ദേവനും ഇന്ദ്രനും മനതിൽ പൊറാമൈ കൊള്ള ഉരളിൽ കിട്ടി വായ്പൊത്തി കിഞ്ച വൈത്തായ് കണ്ണനേ ഉരളിൽ കിട്ടി വായ്പൊത്തി കിഞ്ച വൈത്തായ് തായേ നതവം സീതനീ യശോദാ எங்கும் இறையே பரபிரம்மம் அம்மா என்றழைக்க இன்னதவம் சேதனீ. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിൽ വെച്ച് ഏറ്റവും അധികം ഭാഗ്യം ചെയ്ത സ്ത്രീ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് യശോദാമ്മയാണ് എന്ന്. കാരണം ലോകൈകനാഥനായ ആ മഹാപ്രഭു അമ്മേ എന്ന് വിളിച്ച് എല്ലാ തരത്തിലുള്ള ബാലലീലകളും അദ്ദേഹത്തിന്റെ ആസ്വദിക്കാൻ പറ്റിയ ഒരു മാതാവാണ് യശോദാമ്മ എന്ന് പറയുന്നത്. അപ്പോ അത്രയും അധികം ഭാഗ്യം ചെയ്ത സ്ത്രീ ഒരിക്കലും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം ഭഗവാന്റെ എല്ലാ കുസൃതിയിലും എല്ലാ തരത്തിലും മാതൃവാത്സല്യം ഉണ്ട്. ഇപ്പോ ഈ പാട്ടില് പറഞ്ഞ പോലെ തന്നെ ഈരേഴ് ഭുവനങ്ങളുടെ നാഥനെയാണ് ആ അമ്മ സ്നേഹമാകുന്ന ആ ഒരു കയറില് ബന്ധിച്ചത്. അപ്പോൾ ആ അമ്മയുടെ സ്നേഹത്തിന്റെ ശക്തിയും പരിശുദ്ധതയും എത്രയുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും അല്ലെ. അപ്പോൾ ആ അമ്മയുടെ കഥയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതികഠിനമായിട്ടുള്ള ഭഗവാനോടുള്ള ഉപാസനയുടെ ഏറ്റവും വലിയ ഒരു റിസൾട്ടാണ് ആ അമ്മയ്ക്ക് ഭഗവാന്റെ തന്നെ അമ്മയാവാനായിട്ട് സാധിച്ചത്. അപ്പോൾ അധികം പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് കടക്കാം. നമ്മുടെ ഈ പ്രപഞ്ചത്തെ കാക്കുന്ന പഞ്ചഭൂതങ്ങൾ, അതായത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയെ പോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ വലിയൊരു ഭാഗം വഹിക്കുന്ന ആൾക്കാരാണ് അഷ്ടവസുക്കൾ എന്ന് പറയുന്ന 8 സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയും. അതായത് നമ്മുടെ 8 കാര്യങ്ങളാണ്. ഈ 8 കാര്യങ്ങളും പഞ്ചഭൂതങ്ങളെ പോലെ തന്നെ നമ്മുടെ ഈ പ്രപഞ്ചത്തിന് ഏറ്റവും അധികം പ്രാധാന്യമേറിയ കാര്യങ്ങളാണ്. അതായത് അവരെയൊക്കെ നമ്മൾ ദൈവങ്ങളായിട്ടാണ് ആരാധിക്കുന്നത്. നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ ഉള്ള വാക്കിലൊക്കെ എടുത്ത് നോക്കിയാൽ സെലസ്റ്റിയൽ ബോഡീസ് എന്നാണ് കാണപ്പെടുന്നത്. അപ്പോ ഈ അഷ്ടവസുക്കൾ എന്ന് പറയുന്നത് 8 പേരാണ്. അപ്പോ ഈ 8 പേര് ആരൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം ഞാൻ പറഞ്ഞു തരാം. ഇവയൊക്കെയാണ് അഷ്ടവസുക്കൾ. ആദ്യത്തേത് ജലം, രണ്ടാമത്തേത് ധ്രുവം. ധ്രുവം എന്ന് ഉദ്ദേശിക്കുന്നത് ധ്രുവ നക്ഷത്രത്തെയാണ്. മൂന്നാമത്തേത് സോമം. സോമം എന്ന് ഉദ്ദേശിക്കുന്നത് ചന്ദ്രനെയാണ്. നാലാമത്തേത് ധര. ധര എന്നത് ഭൂമിയെയാണ് സൂചിപ്പിക്കുന്നത്. അഞ്ചാമത്തേത് അഗ്നി. അഗ്നി എന്നത് ഫയർ, തീ എന്നതാണ് സൂചിപ്പിക്കുന്നത്. ആറാമത്തേത് വായു. വായു എന്നത് ഉദ്ദേശിക്കുന്നത് എയർ, വിൻഡ് എന്നതൊക്കെയാണ്. ഏഴാമത്തേത് സൂര്യൻ. എട്ടാമത്തേത് ആകാശം. ഇവയൊക്കെയാണ് അഷ്ടവസുക്കൾ എന്ന് പറയുന്നത്. ഇവയൊക്കെ നമ്മൾ ദേവന്മാരായിട്ടാണ് ആരാധിക്കുന്നത്. അതായത് മഹാഭാരതം പരിശോധിച്ചാൽ പഞ്ചപാണ്ഡവന്മാരുണ്ടാവുന്നത് ഇതേപോലത്തെ ദേവന്മാരിൽ നിന്നാണ് അല്ലെ. അപ്പോ ഈ അഷ്ടവസുക്കളിൽ ഒരാളാണ് ധര. ധര എന്ന് ഉദ്ദേശിക്കുന്നത് ഭൂമി ദേവിയെയാണ്. ഭൂമി ദേവിയും ദേവിയുടെ പതിയായ ദ്രോണരും ധരയും കൂടെ ഭഗവാൻ മഹാവിഷ്ണുവിനെ അനേകം കാലം ഉപാസിക്കുകയാണ്. അതികഠിനമായിട്ട് തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഉപാസിക്കുകയാണ്. എന്തിനാണ് മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്നത്? അദ്ദേഹത്തെ ഇവര് 2 പേരുടെയും പുത്രനായി ലഭിക്കാനായിട്ട് അതിഘോരമായിട്ട് തന്നെ തപസ് ചെയ്യുകയാണ്. ഈ തപസ് എന്തിനാണെന്ന് വെച്ചാൽ വെറുതെ ഒരു മാതാവാവുക എന്നതല്ല, ഭഗവാന്റെ കൂടെ നിന്ന് ഭഗവാനെ അനുഭവിച്ച് അറിഞ്ഞ് അദ്ദേഹത്തിന്റെ ആ ഒരു സാമീപ്യം അടുത്തറിഞ്ഞ് അദ്ദേഹത്തിലൂടെ പഴകി വരാനാണ് അവര് ആഗ്രഹിക്കുന്നത്. അപ്പോ ചെറിയൊരു തപസ്യല്ല കേട്ടോ, അവരുടെ സംവത്സരങ്ങളോളം ഉള്ള അതികഠിനമായിട്ടുള്ള തപസ്സായിരുന്നു ധരയും ദ്രോണയും കൂടെ ചെയ്തത്. അപ്പൊ ധര എന്ന് പറയുന്നത് ഭൂമി ദേവിയാണ്. ഭൂമി ദേവി എല്ലാം ഉപേക്ഷിച്ച് അതികഠിനമായിട്ട് തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഉപാസിക്കുകയാണ്. അങ്ങനെ അതിഘോരമായ ഉപാസനയ്ക്ക് ശേഷം ഭഗവാൻ മഹാവിഷ്ണു ധരയുടെ മുന്നിൽ പ്രത്യക്ഷനാവുകയാണ്. അപ്പോ ധരയ്ക്ക് എന്താണ് വരം വേണ്ടത് എന്ന് അദ്ദേഹം ചോദിച്ച സമയത്ത് ധര പറഞ്ഞു, എനിക്ക് മറ്റൊന്നും തന്നെ വേണ്ട, അങ്ങയുടെ മാതാവാൻ സാധിച്ചാൽ മതി എന്ന്. അപ്പൊ അതേപോലെ തന്നെ ദ്രോണരും പറഞ്ഞു. ദ്രോണർ എന്ന് പറഞ്ഞു, എനിക്കും മറ്റൊന്നും വേണ്ട, അങ്ങയുടെ പിതാവാനുള്ള ഭാഗ്യം സിദ്ധിച്ചാൽ മാത്രം മതി എന്ന്. അങ്ങനെ അവർ 2 പേരുടെയും അതിഘോരമായ തപസ്സിന്റെ ഒരു സാക്ഷാത്കാരം എന്ന രീതിയിൽ ഭഗവാൻ അവരെ അനുഗ്രഹിക്കുകയാണ്. അതായത് ദ്വാപര യുഗത്തിൽ യശോദാ മാതാവായിട്ടും നന്ദഗോപരായിട്ടും ഇവർ 2 പേരും പുനർജനിക്കുമെന്നും ആ
ഒരു സമയത്ത് ഭഗവാനെ അടുത്തറിഞ്ഞ് ഭഗവാന്റെ മാതാവാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ വലിയ രീതിയിൽ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് യശോദ മാധവും നന്ദഗോപരും ഭഗവാന്റെ അച്ഛനും അമ്മയുമായി മാറുന്നത്. ഇനി ഇവിടെ വേറൊരു കഥയും കൂടെയുണ്ട്. അതായത് ദേവകിയും വസുദേവരും ഭഗവാന്റെ അച്ഛനും അമ്മയുമാണല്ലോ. അപ്പൊ കാരാഗ്രഹത്തിൽ വെച്ചാണല്ലോ അവര് ഭഗവാന് ജന്മം നൽകുന്നത്. അവർക്കും ഭഗവാൻ വലിയ രീതിയിൽ ഒരു ഭാഗ്യം സിദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവരവരുടെ പൂർവ്വജന്മത്തിൽ പ്രശ്നി സുതപസ് എന്ന് പറയുന്ന ഒരു ദമ്പതിമാരായിരുന്നു. അങ്ങനെ അവര് ഭഗവാനെ മകനായി ലഭിക്കാൻ വേണ്ടി അതിഘോരമായിട്ട് തന്നെ കഠിനമായിട്ട് തപസ് ചെയ്യുകയാണ്. മഹാവിഷ്ണുവിനെ തന്നെയാണ് അവർ തപസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, മറ്റു ദേവന്മാരെ പോലെ അത്ര പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവനല്ല മഹാവിഷ്ണു. കാരണം അദ്ദേഹത്തിന്റെ ഭക്തരോട് ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അവര് അനേകം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. കാരണം അദ്ദേഹം നമ്മളെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന്റെ ഭക്തരെ ആ ഭക്തി എന്നത് പരിശുദ്ധമുള്ളത് തന്നെയാണോ, അതല്ലെങ്കിൽ പരിശുദ്ധമാക്കാനായിട്ട് ഈ പരീക്ഷണങ്ങളിലൂടെയൊക്കെ അവരെ കടത്തി പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇവരും പ്രശ്നിയും സുതപസും വളരെ വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ നേരിട്ട് അതിഘോരമായി കഠിനമായിട്ട് തന്നെ ഭഗവാനെ തപസ് ചെയ്യുകയാണ്. ഒരിക്കല് അതിനുശേഷം ഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷനാവുകയും അങ്ങനെ അവര് ആവശ്യപ്പെട്ട വരം എന്ന് പറയുന്നത് ഭഗവാനെ തന്റെ മകനായിട്ട് ലഭിക്കണം. അതായത് തന്റെ ഉദരത്തിൽ ചുമന്ന് ഭഗവാന് ജന്മം നൽകാനായിട്ട് സാധിക്കണം എന്നതാണ് പ്രശ്നി ഭഗവാനോട് ആവശ്യപ്പെട്ട വരം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കഠിനകരമായിട്ട് അത്രയും സമർപ്പണ മനോഭാവത്തോടു കൂടി ഭഗവാനെ തപസ് ചെയ്ത പ്രശ്നിക്കും സുതപസിനും ഭഗവാൻ വരം കൊടുക്കുകയാണ്. അടുത്ത 3 ജന്മത്തിൽ ഭഗവാനെ ഉദരത്തിൽ ചുമന്ന് പ്രസവിക്കാനുള്ള ഭാഗ്യം പ്രശ്നിക്ക് കൊടുക്കുകയാണ്. അതിനുള്ളൊരു കാരണഭൂതനാവുക കൂടെയാണ് സുതപസും. അപ്പൊ ആദ്യത്തെ ഒരു ജന്മത്തിൽ തന്നെ അവർക്ക് ഭഗവാനെ പ്രസവിച്ച് അച്ഛനും അമ്മയും ആവാൻ പറ്റി. അതായത് അവരുടെ ആദ്യത്തെ ജന്മം പ്രശ്നിയും സുതപസും ആ ഒരു ജന്മത്തിൽ തന്നെ ഭഗവാൻ അവർക്ക് ജന്മം നൽകാനായിട്ട് സാധിച്ചു. അടുത്ത ജന്മത്തിൽ ഭഗവാൻ അവരെ ജനിപ്പിക്കുന്നത് അതിഥിയും കശ്യപ മുനിയും ആയിട്ടാണ്. അപ്പൊ അവരില് ഭഗവാൻ മകനായിട്ട് ജനിക്കുന്നത് വാമന മൂർത്തിയായിട്ടാണ്. ഭഗവാന്റെ ദശാവതാരം ഉണ്ട് അല്ലെ. അപ്പൊ മത്സ്യ കൂർമ്മ വരാഹ നരസിംഹ വാമനൻ. അപ്പൊ ഭഗവാന്റെ ദശാവതാരത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഭഗവാൻ അനേക അവതാരം എടുത്തിട്ടുണ്ട്. പക്ഷെ ദശാവതാരത്തിനാണ് അത്രയും അധികം പ്രാധാന്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 10 അവതാരമാക്കിയിട്ട് അതിന് അത്രയും പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ദശാവതാരത്തിലെ 5ാമത്തെ അവതാരമായിട്ടുള്ള വാമന മൂർത്തിയായിട്ടാണ് ഭഗവാൻ ഈ അതിഥിയും കശ്യപ മുനിയുമായിട്ടുള്ള ആ ഒരു ജന്മത്തില് അവർക്ക് പുത്രനായി ജനിക്കുന്നത്. വാമന മൂർത്തിയായിട്ടാണ് അവരുടെ മകനായിട്ട് ജനിക്കുന്നത്. ഇനി അടുത്ത ജന്മത്തിൽ അതായത് ദ്വാപര യുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ടാണ് ദേവകിക്കും വസുദേവർക്കും പുത്രനായി ജനിക്കുന്നത്. ഇങ്ങനെയാണ് 3 ജന്മങ്ങളിലായിട്ട് ഭഗവാൻ അദ്ദേഹത്തിന്റെ ഭക്തരായ പ്രശ്നി സുതപസ് എന്ന് പറയുന്ന ദമ്പതിമാർക്കും പുത്രനായി ജനിച്ചു. അതേപോലെ തന്നെ ഇവരുടെ അടുത്ത ജന്മമാണ് കശ്യപ മുനിയും അതിഥി ദേവിയും, അവർക്കും പുത്രനായി ജനിച്ചു, വാമനമൂർത്തിയായി ജനിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള പുനർജന്മമാണ് ദേവകിയും വസുദേവരും. ഇവർക്കും അങ്ങനെ പുത്രനായിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണനായിട്ട് ജനിക്കുന്നുണ്ട്. അങ്ങനെ സെമന്ത പഞ്ചകത്തിൽ വെച്ച് യശോദാമ്മ ദേവകി അമ്മയ്ക്ക് ഭഗവാന്റെ ബാല്യകാല ലീലകളൊക്കെ പറഞ്ഞു കൊടുക്കുക. ദേവകി അമ്മ ഇങ്ങനെ ആവശ്യപ്പെട്ടു. അതായത് ഭഗവാന്റെ ബാല്യകാല ലീലകളൊന്നും അറിയാനായിട്ട് സാധിച്ചിട്ടില്ല, അതൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദേവകി അമ്മ പറഞ്ഞു. അപ്പൊ യശോദ അമ്മ സെമന്ത പഞ്ചകത്തിൽ വെച്ചിട്ട് ആ ബാല്യകാല ലീലകളൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ ദേവകി അമ്മയ്ക്ക് ആകെ വലിയ രീതിയിൽ ഇങ്ങനെ ഒരു കൊതി തോന്നുകയാണ്. ഭഗവാന്റെ ആ ബാല്യകാലത്തിലേക്ക് എനിക്കൊന്ന് പോവാൻ പറ്റിയെങ്കിൽ, ഞാൻ അദ്ദേഹത്തിന്റെ അമ്മയാവാനായിട്ട് സാധിച്ചെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ആഗ്രഹം തോന്നുകയാണ്. അപ്പൊ ആ ആഗ്രഹം ദേവകി അമ്മ ഭഗവാനോടായിട്ട് നേരിട്ട് പറഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണനോടായിട്ട് പറഞ്ഞു, നിന്റെ ബാല്യകാലം എന്ന് പറയുന്നത് അത്രയും മനോഹരമായിരുന്നു. ആ വൃന്ദാവനത്തിൽ തന്നെ എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബാല്യകാലം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ ആയിരുന്നു. ഒരുപാട് പേർക്ക് സന്തോഷം ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അത്. അതുകൊണ്ട് എനിക്ക് ആ ഒരു കാലത്തിലേക്ക് ഒന്ന് പോകണം എന്നുണ്ട്, എനിക്കത് അനുഭവിക്കണം എന്നുണ്ട് എന്ന് ദേവകി അമ്മ ഭഗവാനോടായിട്ട് പറയുകയാണ്. അപ്പൊ ഭഗവാൻ അദ്ദേഹത്തിന്റെ യോഗമായ സിദ്ധിയിലൂടെ ദേവകി അമ്മയെ ആ ഒരു കാലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് നമ്മൾ ഇന്ന് പറയുന്ന പോലെ ടൈം ട്രാവൽ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു കാലത്തിലേക്ക് ഭഗവാൻ ദേവകി അമ്മയെ ആ ഒരു യോഗമായ സിദ്ധിയിലൂടെ കൊണ്ടുപോവുകയാണ്. അപ്പോ യശോദ അമ്മ ദേവകി അമ്മയ്ക്ക് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ കഥ കേൾക്കുന്നുണ്ട് ആര്? രുക്മിണി ദേവി കേൾക്കുകയാണ്. അപ്പൊ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ രുക്മിണി ദേവിക്കും വളരെയധികം സന്തോഷമാവാണ്. ഭഗവാന്റെ കഥകൾ
കേൾക്കുമ്പോൾ ആർക്കാണല്ലേ ഈ സന്തോഷമില്ലാത്തത്? അപ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ഈ കഥകൾ കേട്ടിട്ട് രുക്മിണി ദേവി ഒരു വിഗ്രഹം ഉണ്ടാക്കിയത്രേ. അപ്പൊ ഭഗവാന്റെ ഒരു വിഗ്രഹം, ഭഗവാന്റെ ബാല്യകാല കഥകളൊക്കെ കേട്ടിട്ട് ആ കഥയിൽ നിന്ന് ഉൾക്കൊണ്ട് ഭഗവാന്റെ രൂപം മനസ്സിൽ കണ്ടിട്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കിയത്രേ. ആ വിഗ്രഹമാണ് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇന്നും ആൾക്കാർക്ക് ദർശനം ലഭിക്കുന്നത്. ആ വിഗ്രഹമാണ് എന്നതാണ് പറയപ്പെടുന്നത്. ഞാൻ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമിയുടെ കഥ പറയുന്ന വീഡിയോയിൽ ഞാൻ ഈ കഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേൾക്കാത്തവര് താല്പര്യമുള്ളവരും ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. ഇനി വൃന്ദാവനത്തിൽ നിന്ന് ഭഗവാൻ യശോദാമ്മയെ വിട്ടിട്ട് വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോവുകയാണ്. പിന്നെ ഒരിക്കലും വൃന്ദാവനത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഭഗവാന്റെ വിവാഹം കാണാൻ പറ്റാത്തതിന്റെ സങ്കടം യശോദാമ്മയ്ക്ക് വളരെ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ ഭഗവാനോട് യശോദാമ്മ ഇന്നും യശോദാമ്മ മരിക്കുന്ന ആ ഒരു സമയത്ത് ഭഗവാൻ യശോദാമ്മയെ കാണാനായിട്ട് വന്നിരുന്നു അത്രേ. അപ്പോൾ ഭഗവാനോട് ആവശ്യപ്പെട്ടൊരു കാര്യം ഇതായിരുന്നു, എനിക്ക് ഭഗവാന്റെ വിവാഹം കാണാൻ ഭാഗ്യം വേണം. ഏതൊരു അമ്മയുടെയും ആഗ്രഹമാണ് അല്ലെ മക്കളുടെ വിവാഹം കാണുക എന്നുള്ളത്. അപ്പോൾ ആ ആഗ്രഹം യശോദാമ്മയും ഭഗവാനോടായിട്ട് പറയുകയാണ്. അപ്പോൾ ഭഗവാൻ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ടാണ് കലിയുഗത്തില് യശോദാമ്മയെ വകുളാദേവിയായിട്ട് ജനിപ്പിക്കുകയാണ്. അതായത് വകുള എന്ന് പറയുന്ന ഒരു സാധു സ്ത്രീ ആയിട്ടാണ് യശോദാമ്മ പുനർജനിക്കുന്നത്. അപ്പോൾ വകുളാദേവിയുടെ പുത്രനായിട്ടാണ് സാക്ഷാൽ വെങ്കിടാചലപതി വെങ്കടേശ്വരനായിട്ട് ഭഗവാനും അവതരിക്കുന്നുണ്ട്. അങ്ങനെ പത്മാവതിയുമായിട്ടുള്ള വിവാഹം വെങ്കടേശ്വരനെ നടത്തി കൊടുക്കുന്നത് വകുളാദേവിയുടെ സാന്നിധ്യത്തിലാണ് എന്നതാണ് പറയുന്നത്. അപ്പൊ കലിയുഗ വൈകുണ്ഠപുരി എന്ന് നമ്മൾ ഇന്ന് പറയുന്ന വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം അതിന്റെ ഒരു ഉദാഹരണമാണ് എന്നാണ് നമുക്ക് പറയപ്പെടുന്നത്. അപ്പൊ അതേപോലെ തന്നെ വകുളാദേവിയുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ടാണ് അത്രേ ഭഗവാൻ പത്മാവതി ദേവിയെ വിവാഹം കഴിക്കുന്നത് വകുള അമ്മയുടെ സാന്നിധ്യത്തിലാണ് എന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഭഗവാന്റെ അമ്മയാവാൻ സാധിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അതിലേക്ക് ആ പദത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് അത്രയും അധികം കഠിനകരമായിട്ടുള്ള കാര്യമാണ്. സദാ ഭഗവാനിൽ എല്ലാം അർപ്പിച്ച് ഭഗവാനിൽ തന്നെ സമർപ്പിച്ച് ഊണവും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ച് ഒരു ഭക്തയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഭഗവാന്റെ അമ്മയായി തീരുക, ഭഗവാനോട് ഒത്ത് ഇടപെടുക, അതായത് ഭഗവാന്റെ ഭാഗമാവുക എന്നത്. നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി എപ്പോ ഓർത്താലും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മുഖം എന്ന് പറയുന്നത് യശോദാദേവിയുടെ തന്നെയാണ്. യശോദാമ്മയുടെ മുഖമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക. ഏതൊരു സ്ത്രീ അമ്മയാവാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ അമ്മയാവാൻ തയ്യാറെടുപ്പെടുക്കുന്ന ഏതൊരു സ്ത്രീയും പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഭഗവാന്റെ ഭക്തരായ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നതും യശോദാമ്മയെ പോലത്തെ ഒരു അമ്മയാവാനാണ്. അത്രയും ഭഗവത് ചൈതന്യമുള്ള ഒരു കുട്ടിയെ ലഭിക്കാനായിരിക്കും ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുക. ഈരേഴ് ഭുവനങ്ങൾ പടൈത്തവനേ, ഈരേഴ് ഭുവനങ്ങൾ പടൈത്തവനേ, കൈലേന്തി ശിരാട്ടി പാലോട്ടി താരാട്ട് ഇന്നതവം ചെയ്തനേ യശോദാ എങ്കും ഇറേ പരബ്രഹ്മം അമ്മ என்றழைக்க എന്നതവം ചെയ്തനേ. ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ, എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഹരേ കൃഷ്ണ.